1930കളിലെ ജർമ്മനിയിലെ നാസിസത്തിന്റെ ഉദയവും രാഷ്ട്രീയ അസ്ഥിരതയും പശ്ചാത്തലമാക്കുന്ന ബോബ് ഫോസിന്റെ ക്യാബറെ ഒരു ദാർശനിക രാഷ്ട്രീയ ചിത്രമാണ്. ഏകാധിപത്യത്തിന്റെ കടന്നുകയറ്റത്തിൽ സ്വാതന്ത്ര്യ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ തകർച്ച പ്രതിഫലിപ്പിക്കുന്ന മാനവ ചരിത്രത്തിലെ ഭീതിജനകമായ ഒരു കറുത്ത അധ്യായത്തെ പോലും ഏറ്റവും ഭംഗിയായി സംഗീത സാന്ദ്രമായി അനുഭവിപ്പിക്കുന്ന ഒരു ക്ലാസിക് ചിത്രം. സാംസ്കാരികമായും ചരിത്രപരമായും സൗന്ദര്യാത്മകമായും പ്രാധാന്യമേറെയുള്ള ക്യാബറെ ആ വർഷം 8 ഓസ്കാർ അവാർഡുകൾ നേടി എന്നത് ഒരു അതിശയമേ അല്ല. ഒപ്പം കൊപ്പോളയുടെ ദി ഗോഡ് ഫാദറിനോട് മത്സരിച്ച് മികച്ച സംവിധാനം, മികച്ച നടി എന്നിങ്ങനെ പ്രധാന അവാർഡുകൾ സ്വന്തമാക്കി എന്നതും ഒരു അത്ഭുതമല്ല. ജോൺ വാൻ ഡ്രൂട്ടന്റെയും ജോ മാസ്ട്രോഫിന്റെയും ഇതേ പേരിലുള്ള നാടകത്തെയും ക്രിസ്റ്റഫർ ഇഷർവുഡിന്റെ കഥകളെയും ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. വൈമാർ റിപ്പബ്ലിക്കിലെ കിറ്റ്കാറ്റ് ക്ലബിലെ സ്വപ്നജീവിയായ ക്യാബറെ ഗായിക സാലി ബൗൾസാണ് ചിത്രത്തിന്റെ ഹൃദയം. 1936 ഇഷർവുഡിന്റെ ഗുഡ് ബൈ ടു ബെർലിൻ എന്ന നോവലിൽ നിന്ന് വെള്ളിത്തിരയിലെത്തിയ ഈ കഥാപാത്രം ലൈസ മിന്നേലി പ്രകടനം കൊണ്ട് വേറിട്ട ഒന്നാക്കി. ചിത്രത്തിന്റെ റിലീസിന് ശേഷം തരംഗമായി മാറിയ കഥാപാത്രത്തിന്റെ പച്ച നിറമുള്ള നെയിൽ പോളിഷ് ഉൾപ്പെടെ അവതരണത്തിൽ പലതും ലൈസയുടെ ആശയമായിരുന്നു. ഒരു സിനിമയ്ക്കപ്പുറം ക്യാബറെ ഒരു അനുഭവം കൂടിയാകുന്നത് മൈക്കൽ യോർക്കിന്റെയും ലൈസ മിന്നേലിയുടെയും ശക്തമായ പ്രകടനങ്ങൾ കൊണ്ടുകൂടിയാണ്. ജോൽ ഗ്രേ അവതരിപ്പിച്ച മാസ്റ്റർ ഓഫ് സെറമണിയുടെ വേഷവും പ്രശംസനീയമാണ്. 1966 ചിത്രത്തിന് ആധാരമായ ജോ മാസ്ട്രോഫിന്റെ ബ്രോഡ്വേ മ്യൂസിക്കൽ ക്യാബറയിലെ ഇതേ കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ഗ്രേ തന്നെയായിരുന്നു. സാലിയുടെയും ബെർലിനിലെത്തുന്ന ബ്രിട്ടീഷ് എഴുത്തുകാരനായ ബ്രയന്റെയും പ്രണയം ഹൃദ്യമെങ്കിലും തകർന്ന ഒന്നാണ്. ആ കാലഘട്ടത്തിലെ ജർമ്മനിയെ പോലെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലെ പ്രതിനിധി എന്നോളം അവർക്കിടയിൽ കടന്നു വരുന്ന ഹെൽമുട്ട് ഗ്രീം അവതരിപ്പിച്ച മാക്സിമിലിയൻ വോൺ ഹ്യൂൻ ഫാഷിസത്തിന്റെ മനുഷ്യരൂപമാണ്. സാലിക്കായുള്ള തകർന്ന ഹൃദയവും പേറി ചിത്രത്തിൽ നാസികൾക്കെതിരെ ഒറ്റയാളായി പൊരുതിയിട്ടും ആ ഇരുട്ടറയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടേണ്ടി വന്ന നായകൻ പ്രേക്ഷകന്റെയും മനസ്സിനെ വല്ലാതെ വേട്ടയാടും. ലൈംഗികത അപ്പോഴും പരിചിതമല്ലാത്ത ഒരു കഥാപശ്ചാത്തലത്തിൽ ബൈസെക്ഷുവാലിറ്റിയെ പ്രധാന കഥാപാത്രങ്ങളിലൂടെ സംവിധായകൻ ആ കാലഘട്ടത്തിൽ അവതരിപ്പിക്കുന്നു എന്നതും ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഗാനങ്ങൾ ഒരു കഥാപാത്രം എന്നോളം പ്രാധാന്യമേറിയ ചിത്രമാണ് ക്യാബറെ. ചിത്രത്തിലെ ഓരോ ക്യാബറെ ഗാനവും ജീവിത യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുന്നതിന് അതിമനോഹരമായി ഉപയോഗപ്പെടുത്തുന്നു. ചുറ്റും നടക്കുന്ന മാറ്റങ്ങളൊന്നും തൻ്റെ ജീവിതത്തെ ബാധിക്കില്ല എന്ന് കരുതുന്ന നായിക ഒടുവിൽ തൻ്റെ കാമുകനൊപ്പമുള്ള ജീവിതം നിരസിക്കുന്നു. പകരം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത ഒരു സ്വപ്നത്തെ ഓർത്ത് അവൾ പാടുകയാണ്. ലൈഫ് ഈസ് എ ക്യാബറെ എന്ന ഗാനവും അത് ഉറക്കെ പാടുന്ന സാലി ബൗൾസും മായാത്ത ദൃശ്യങ്ങളാകുന്നു. ഫാഷിസത്തിന്റെ ഇരുണ്ട അധ്യായത്തിന്റെ രാഷ്ട്രീയം ആക്ഷേപഹാസ്യത്തിന്റെ താളത്തിൽ ക്യാബറയിലെ ഗാനങ്ങളിൽ കാണാം. ഭൂതകാലത്തെ കൈപ്പേറിയ അനുഭവങ്ങളും ഇരുണ്ട നിറങ്ങളും ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതോടൊപ്പം കാഴ്ചക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഗാനങ്ങൾ. മ്യൂസിക്കൽ ചിത്രങ്ങളോട് താല്പര്യമില്ലാത്തവരെ പോലും സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്തുന്ന ചിത്രം. ഒരു ക്യാബറെ ക്ലബിന്റെ ആഘോഷ ലഹരിയിൽ പുറം ലോകത്തെ നാസി പ്രഭാവവും രാഷ്ട്രീയ അനിശ്ചിതത്വവും ജനങ്ങളെ മറവിയിലാഴ്ത്തുന്നു. ഒരു കാലത്തെ ജർമ്മൻ ജനാധിപത്യം എക്കാലത്തെയും ഭയാനകമായ ഏകാധിപത്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ കറുത്ത സ്വസ്തിക ചിഹ്നമുള്ള ചുവന്ന കൊടിയുമായി ഒരു വീൽ ചെയറിൽ നീങ്ങുന്ന വൃദ്ധന്റെ ദൃശ്യം സംവിധായകൻ വരച്ചിടുന്നു. ചിത്രം അവസാനിക്കുമ്പോൾ ബെർലിനെ ഫാഷിസം പൂർണ്ണമായി കീഴടക്കി എന്നതിലുപരി ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവും പ്രണയവും 2 മണിക്കൂർ കൊണ്ട് യാഥാർത്ഥ്യപൂർണ്ണമായി അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു എന്നത് ചിത്രത്തെ വേറിട്ട് നിർത്തുന്നു. DJ ലൈറ്റുകളുടെ ആരവത്തിൽ മതിമറന്നാടുന്ന ബെർലിൻ ജനത തിരിച്ചറിയാത്ത പുറത്ത് പതിഞ്ഞിരിക്കുന്ന ഇരുട്ടുമൂടിയ അപകടങ്ങളും ഫാഷിസത്തിന്റെ ഭീതിപ്പെടുത്തുന്ന വളർച്ചയും ടുമോറോ ബിലോങ്സ് ടു മീ എന്ന ഗാനത്തിലൂടെ മാത്രം പ്രേക്ഷകന് അനുഭവിക്കാം. ആ ഇരുട്ടറകളിൽ നിന്ന് ഇനിയൊരു രക്ഷപ്പെടൽ അവർക്ക് തീർത്തും ഒരു കെട്ടുകഥ മാത്രമാണ്. ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഇന്നും നിലനിൽക്കുന്ന ഏകാധിപത്യവും അധിനിവേശങ്ങളും തന്നെയാണ് ഈ ചിത്രത്തെ ഇന്നും പ്രസക്തമാക്കുന്നത്.